എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് സീസൺ 7ലെ 8ാം വാരത്തിലെ ആകാംക്ഷ നിറഞ്ഞ എലിമിനേഷനിൽ വീട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തായത് അഭിലാഷായിരുന്നു. ബിഗ് ബോസ് ഹൗസിലെ തന്റെ യാത്രയെക്കുറിച്ചും സഹമത്സരാർത്ഥികളെക്കുറിച്ചും അഭിലാഷ് നടത്തിയ തുറന്നുപറച്ചിലുകൾ പ്രേക്ഷകരെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷമുള്ള അഭിലാഷിന്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തായതിനു ശേഷമുള്ള അഭിലാഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഷോയിൽ നിന്ന് പുറത്തായതിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ദിവസങ്ങൾ വീട്ടിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ സാധിച്ചത് തന്നെ എന്റെ വലിയൊരു വിജയമായി ഞാൻ കണക്കാക്കുന്നു. ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു വേദിയാണിത്. അവിടെ എനിക്ക് ഇത്രയും നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമാണ്. എനിക്ക് വിഷമമുണ്ടെങ്കിലും ഈ വലിയ വേദിയിൽ 8 ആഴ്ചയോളം നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും എനിക്കുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ലഭിച്ചു. പ്രത്യേകിച്ചും ഒനിയിൽ, അവൻ ശരിക്കും ഒരു മികച്ച ഗെയിമറാണ്. അതുപോലെ തന്നെ അനീഷ്, അദ്ദേഹം ഒരു പക്ക ബിബി മെറ്റീരിയൽ തന്നെയാണ്. ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ അനീഷ് ആയിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ബിഗ് ബോസ് ഹൗസിൽ അനീഷിനെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അനീഷിനെ തളർത്താൻ ആദിലയെ പോലുള്ള ചിലർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ ബ്രേക്ക് ഡൗൺ ആക്കാനാണ് അവരുടെ ശ്രമം. എന്നാൽ അനീഷ് അതൊന്നും കാര്യമാക്കാതെ ശക്തമായി നിലനിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. തന്റേടത്തോടെയും വ്യക്തിത്വത്തോടെയും കളിക്കുന്ന അദ്ദേഹത്തിന്റെ ഗെയിം തന്നെയാണ് ഈ സീസണിലെ ഏറ്റവും മികച്ചത് എന്നും അഭിലാഷ് വ്യക്തമാക്കി. അഭിലാഷിന്റെ ഈ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ അനീഷിന്റെ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലെ അനീഷിന്റെ ഭാവി പ്രകടനം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി പ്രേക്ഷകരും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ അഭിലാഷിന്റെ പുറത്താകലിനെക്കുറിച്ചും അനീഷിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ താഴെയൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.